നമ്മുടെ ഈ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് അതിന്റെ കടലെടുത്തിനെ കുറിച്ച് സമഗ്രമായിട്ടൊരു ഒരു ഒരു വലിയ പഠനം ഇല്ല എന്നുണ്ടെങ്കിലും പക്ഷെ നമുക്ക് പറയാൻ കഴിയുന്ന ആധികാരികമായിട്ടുള്ള അണ്ടർ വാട്ടർ ഡോക്യുമെന്റേഷനും വിഷ്വൽ ഡോക്യുമെന്റേഷനും ഒക്കെ നടത്തിയത് ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫ് മാത്രമാണ്. വിഴിഞ്ഞം സമരകാലത്തും നമുക്ക് മത്സ്യത്തൊഴിലാളികൾ നമുക്ക് കടൽപ്പണിക്കാർക്ക് ഉപയോഗിക്കേണ്ടി വന്നത് നമുക്ക് ഇതിനകത്ത് ഇത്രയും ജീവജാലങ്ങൾ ഉണ്ട് എന്ന് പറയേണ്ടി വന്നത് ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫിന്റെ ആ ഡോക്യുമെന്റ് ഒക്കെ വെച്ചിട്ടായിരുന്നു. പക്ഷെ അതിന് എത്ര കണ്ട് അതിന്റെ ആധികാരികതയും പിന്നീട് അവർ ചോദ്യം ചെയ്യപ്പെടുകയുണ്ടായി. എങ്ങനെയാണ് വന്നത് തുടങ്ങിയ കാര്യങ്ങൾ. അപ്പം ആ സമരകാലത്തെ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു, നമ്മുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഈ കടൽപ്പണിക്കാരുടെ അവരുടെ സമരത്തെ സപ്പോർട്ട് ചെയ്യാൻ? വാസ്തവത്തിൽ ആ സമരകാലത്ത് ഞാനിവിടെ ഇല്ലായിരുന്നു. പക്ഷേ ഡോക്ടർ ജോൺസൺ ജേമിന്റെ നേതൃത്വത്തിൽ ആ ഡോക്യുമെന്റ്സ് FMLയുടെ ഡോക്യുമെന്റ്സ് പരമാവധി സമരവുമായി ബന്ധപ്പെട്ട ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത്. അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വിഴിഞ്ഞം മേഖലയിൽ, കോവളം വിഴിഞ്ഞം മേഖലയിൽ 33 വ്യത്യസ്ത എക്കോസിസ്റ്റം നമ്മൾ നേരത്തെ ഡോക്യുമെൻ്റ് ചെയ്ത് കഴിഞ്ഞു. അതിലേതാണ്ട് പകുതിയോളം ഈ വിഴിഞ്ഞം പ്രോജക്റ്റ് നടക്കുന്ന മേഖലയിലാണ്. അത് അതിന് തൊട്ട് തെക്കും. അതിലൊരു പ്രധാന മേഖലയാണ് അടിമലത്തുറയുടെയും ചെവ്വരുടെയും അടുത്തായിട്ടുള്ള പെരുമാക്കല്ലിലെ സെബല്ലാരിയ ഗ്ലാഡൻസ്റ്റിന എന്ന് പറയുന്ന ഒരു തരം ട്യൂബ് ബോംസിൻ്റെ ഒരു കോളനി, മനോഹരമായൊരു കോളനി. അത് നമ്മൾ പിന്നെ ഡോക്യുമെൻ്റ് ചെയ്ത് 1 വർഷത്തിനുള്ളിലാണ് ഈ ഡ്രഡ്ജിങ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ വാസ്തവത്തിൽ ആ കോളനി അന്നേ വരെ FML ഡോക്യുമെൻ്റ് ചെയ്തിട്ടുള്ളതിൽ വളരെ പ്രധാനപ്പെട്ട, ഇന്ന് വേറെയും ഉണ്ട്, നമുക്കൊത്തിരി ഈ സെയിൻറ്റ് ആൻഡ്രൂസ് പാര് പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അന്നേ വരെ ഡോക്യുമെൻ്റ് ചെയ്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോളനി എന്ന് പറയുന്നത് ആ പെരുമാക്കല്ലിലെ ഈ ട്യൂബ് ബോംബിൻ്റെ കോളനിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ പറയുന്ന ഈ ഡ്രഡ്ജിങ് കഴിഞ്ഞ ഉടനെ നമ്മൾ ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫ് അല്ലേ, കടൽ ജീവജാലങ്ങളുടെ കൂട്ടുകാരല്ലേ, അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ വാസ്തവത്തിൽ വളരെ നമുക്ക് സങ്കടകരമായൊരു കാഴ്ചയാണ് കാണേണ്ടത്. അത് വാസ്തവത്തിൽ ഈ ഞങ്ങൾ എക്സിബിറ്റ് ചെയ്തു, നിങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്ത് നമ്മൾ മ്യൂസിയം ഹാളിലും മറ്റ് കോളേജുകളിലും ഇവിടെ എല്ലാം എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കടലറിവും ക്യാമറയും എന്ന പേരിലുള്ള ഒരു എക്സിബിഷൻ പരമ്പര തന്നെ ചെയ്തിട്ടുണ്ട് ഈ ഓഷ്യൻ ലിറ്ററസി പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട്. ആ ഓഷ്യൻ ലിറ്ററസി പ്രോഗ്രാമിൽ ആ കാഴ്ചകൾ കാണാനെത്തിയ ആളുകളുടെ എല്ലാം ചങ്കിടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് അത്. മനസ്സിലായി, നമ്മളത് അറേഞ്ച് ചെയ്ത് അങ്ങനെയാണ്. വീഡിയോയിൽ അതിൽ പ്രദർശിപ്പിച്ച വീഡിയോയിൽ അത് തന്നെയാണ് അവസാനം കാണിക്കുന്നത്. സോ ഇതിൻ്റെ അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, ഇത്തരം ഒരു പദ്ധതി വരുമ്പോൾ, കടലിലൊരു പദ്ധതി വരുമ്പോൾ പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് ഈ പറയുന്ന എൻവയൺമെൻ്റൽ ഇമ്പാക്ട് സ്റ്റഡി ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും എൻവയൺമെൻ്റൽ ഇമ്പാക്ട് സ്റ്റഡി ചെയ്തിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഇതെല്ലാം അതിനകത്ത് അടയാളപ്പെടുത്തിയിട്ടാണ്. ഇത് മാത്രമല്ല, അവിടുത്തെ മറ്റ് പല പാരുകളും 15ഓളം പാരുകൾ അവിടെയുണ്ട്. പാരെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കടലിനടിയിലെ എക്കോസിസ്റ്റം, പാറകളിൽ വളരുന്ന ജീവജാലങ്ങൾ, ഉറച്ച പ്രതലങ്ങളിൽ വളരുന്ന ജീവജാലങ്ങൾ. വിഴിഞ്ഞത്തിൻ്റെ ഫിഷ് ഹാർബർ മുതൽ അങ്ങോട്ടെല്ലാം അത്തരം പാരുകളുള്ള സ്ഥലങ്ങളാണ്. കാരണം അവിടെ മുഴുവൻ പ്രൊമോണ്ടറീസ് അല്ലേ, കോസ്റ്റിലൂടെ കടലിലോട്ട് തള്ളി നിൽക്കുന്ന പാറകൾ, അതിൻ്റെ എക്സ്റ്റൻ്റായിട്ട് കടലടിയിൽ മുഴുവൻ പാരുകളാണ്. അപ്പോൾ അതൊക്കെയുള്ള സ്ഥലമാണ് അതെല്ലാം നഷ്ടപ്പെടും. അപ്പോൾ ഒരു എൻവയൺമെൻ്റൽ ഇമ്പാക്ട് സ്റ്റഡി ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇതെല്ലാം അതിനകത്ത് വരേണ്ടതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അവരതിനകത്ത് കടലടിയിൽ കുറച്ച് പാറകളുണ്ട് എന്ന് മാത്രമേ, അത് ഡ്രഡ്ജ് ചെയ്യണമെന്ന് മാത്രമേ. ഇതാണ് ഈ എൻവയൺമെൻ്റൽ ഇമ്പാക്ട് സ്റ്റഡിയിൽ ഉൾപ്പെട്ട ഒരു ശാസ്ത്രജ്ഞരും കടലിനടിയിൽ പോയി ഒന്നും പഠിച്ചിട്ടില്ല. മനസ്സിലായല്ലേ? ഇതൊക്കെ നമുക്ക് വീണ്ടും തിരിച്ചറിവ് നൽകുന്ന കാര്യമാണ്. കാരണം നമ്മൾ എത്രയും വേഗം ഇതുപോലുള്ള സീബെഡ് സ്റ്റഡി ചെയ്യണം. ബയോഡൈവേഴ്സിറ്റി രജിസ്റ്ററിന്റെ ഭാഗമായിട്ട് ആ ഭാഗത്തുള്ള ഡോക്യുമെന്റേഷൻ ഞങ്ങൾ അതിന്റെ മാപ്പ് വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അല്ലല്ല, ആ മാപ്പ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇവർ കൺസിഡർ ചെയ്തില്ല. അവരൊരിക്കലും ട്രഡീഷണൽ നോളജിനെ കൺസിഡർ ചെയ്യില്ലല്ലോ. അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ എന്റെ ഗവേഷണവും അതുമായി ബന്ധപ്പെട്ടാണല്ലോ. അപ്പോൾ
ഇത്തരത്തിൽ നമ്മൾ ഇവരുടെ പരമ്പരാഗത അറിവുകൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ വെല്ലുവിളികളാണ്, അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകൾ എന്താണ്, പ്രത്യേകിച്ച് ഈ കാലം ഒന്ന് പരമ്പരാഗത അറിവുകൾ ഇല്ല, പതിയെ മൺമറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അപ്പുറത്ത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു മെയിൻ സ്ട്രീം അക്കാദമിക സമൂഹം ഈ അറിവുകൾ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്, പ്രത്യേകിച്ച് ഈ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി രജിസ്റ്ററുമായിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ എക്സ്പീരിയൻസ്. ഇപ്പം നമ്മുടെ FMLന്റെ കൂടുതലും നമുക്ക് നമ്മുടെ പ്രാഥമിക വിവരങ്ങളെല്ലാം തരുന്നത് മത്സ്യത്തൊഴിലാളികൾ അവരുടെ അറിവുകളാണ്. എന്തൊക്കെയാണ് ഈ വരാനിരിക്കുന്ന വെല്ലുവിളികൾ ഇത് ഉപയോഗപ്പെടുത്തുന്നത്? നമ്മൾ ആ വെല്ലുവിളികൾ ഇപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്, എനിക്കിപ്പോൾ 65 വയസ്സാണ്. വെല്ലുവിളികളെ പറ്റി ചിന്തിച്ചാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, മനസ്സിലായില്ലേ? നമ്മൾ സ്വന്തം നില ഭദ്രമാക്കിയിട്ട് നമ്മൾ ഇതിനു വേണ്ടി തുനിഞ്ഞിറങ്ങുക, മുന്നോട്ട് പോവുക, അത്രയേ ഉള്ളൂ. ആരുടെ വളരെ അപൂർവ ജനകീയ ശാസ്ത്രജ്ഞർ ഇന്ന് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ ഡോക്ടർ ബിജുകുമാർ, കേരള യൂണിവേഴ്സിറ്റി അക്വാട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്, അദ്ദേഹം ഒരു ജനകീയനായിട്ടുള്ള ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ അദ്ദേഹം ഈ പറയുന്ന നെറിയോടുകൂടി കാര്യങ്ങൾ പറയാനും സഹായിക്കാനുള്ള ഒരു തൻ്റെ ഇടം കാണിക്കുന്നൊരു, പക്ഷേ എനിക്ക് അതിനപ്പുറം വേറെ ആരെയും ഞാൻ കണ്ടെത്തിയിട്ടില്ല, അത് സത്യമാണ്. പക്ഷെ അതുകൊണ്ട് ആ വെല്ലുവിളികളൊന്ന് കാര്യമാക്കാൻ നമ്മൾ മുന്നോട്ട് പോകണം, അത്രയേ ഉള്ളൂ. അവസാനം നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും സത്യം തിരിച്ചറിയുമ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്യുമായിരിക്കും. ഫോർ എക്സാമ്പിൾ എൻ്റെ പുസ്തകം ഏത് കടലറിവുകളും നേരെ പോകുന്നത്, അന്നും ആളുകൾ ഇതുപോലെ എന്നോട് പലരും പരിഹസിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഡോക്യുമെൻ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു ചോദിച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ? അതേ ആളുകൾ തന്നെ ഇന്ന് അത് യൂണിവേഴ്സിറ്റി പാഠഭാഗമാക്കിയപ്പോൾ അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നുമുണ്ട്. ഇത് സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ്. അതുകൊണ്ട് ആ വെല്ലുവിളികളെ പറ്റി അധികം ചിന്തിക്കാതെ മുന്നോട്ട് പോകുന്നത് തന്നെയാണ് നല്ലത്. നേരത്തെ നമ്മൾ പറഞ്ഞ ഇവരുടെ അറിവുകൾ ഉൾപ്പെടുത്തുന്നതിൽ കുറച്ച് പ്രശ്നങ്ങൾ അവർ പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്? ഇതൊരു വാലിഡ് നോളജ് അല്ല. ഞാൻ പറയുന്നത് ഉണ്ടല്ലോ, ഞാൻ എൻ്റെ ആ പുസ്തകത്തിൽ ഈ അറിവ് പകർന്നു തന്ന സെബസ്ത്യാപ്പം മുതൽ ആരോഗ്യ പ്രതിസന്ധി മുതൽ എല്ലാ പേരുടെയും പേരും ചിത്രങ്ങളും ഉൾപ്പെടുത്തിയാണ്. അത് ഞാൻ സ്വന്തം നിലയിൽ പബ്ലിഷ് ചെയ്യുമ്പോൾ ആർക്കും അത് ചോദിക്കാൻ പറ്റില്ല. ആ പുസ്തകം അതിൽ പറയുന്ന ഇപ്പോൾ അല്പം മുമ്പ് വന്നില്ലേ അലക്കി, അയാൾ ഒഴികെ ബാക്കി എല്ലാ പേരും മൺമറഞ്ഞു പോയി, മനസ്സിലായില്ലേ? പക്ഷേ ആ പുസ്തകം നിൽക്കുന്നിടത്തോളം ആ ആളുകൾ നിലനിൽക്കും, അവരുടെ അറിവ് നിലനിൽക്കും, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മൾ സ്വന്തം നിലയിൽ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രശ്നമില്ല. നമ്മൾ സർക്കാരിന് വേണ്ടി ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. പലപ്പോഴും അവര് ഇത്തരം പ്രശ്നങ്ങൾ വരുന്ന സമയത്തൊക്കെ ഈ സർക്കാരിന് വേണ്ടി ചെയ്യുന്നവരുടെ റിപ്പോർട്ടുകൾ മാത്രമാണ് അവർ പരിഗണിക്കുന്നത്. പല നമുക്കുണ്ടായിരുന്ന കേന്ദ്ര ഗവേഷണ സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ അവര് കമ്മിറ്റി ചെയ്യുന്ന അപ്പോയിന്റ് ചെയ്യുന്ന അവരുടെ ഗവേഷണ സ്ഥാപനങ്ങൾ, അത്തരത്തിലുള്ളവരുടെ റിപ്പോർട്ടുകൾ മാത്രമേ പൊതുവിൽ അവര് മുഖവിലേക്കെടുത്ത് കാണാറുള്ളൂ. ഇത്തരം പൗരശാസ്ത്ര സമൂഹത്തിന്റെയോ അല്ലെങ്കിൽ തദ്ദേശീയ അറിവുകൾ ഉപയോഗിച്ച് കൊണ്ടുവരുന്നതിനെ ഉപയോഗപ്പെടുത്തുന്നതായിട്ട് അത് മുഖവിലേക്ക് എടുക്കുന്നതായിട്ട് നമ്മൾ കാണാറില്ല. അപ്പൊ അവിടെ നമ്മുടെ ഈ പറയുന്ന നമ്മൾ FML പ്ലാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മറൈൻ ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ ഈ ഭാവിയിൽ എന്തൊക്കെ തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്? അതിൻ്റെ ഒരു ഭാവിയിലൊരു നമ്മളത് ഡിജിറ്റലായിട്ട് പബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ്, മനസ്സിലായിട്ടെ? നമുക്കറിയാം, നമ്മളിതെല്ലാം കടലിൽ പോയി ശേഖരിച്ച വിവരങ്ങളാണ്, മനസ്സിലായില്ലേ? കൃത്യമായിട്ടുള്ള വിവരങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. നമ്മളത് പബ്ലിഷ് ചെയ്യും. പബ്ലിഷ് ചെയ്യുക മാത്രമല്ല, അതിൻ്റെ സെക്കൻഡ് ഫേസിൽ കേരളത്തിൽ എവിടെ നിന്നുകൊണ്ടും ഏത് കടൽപ്പണിക്കാരനും ഏത് കടൽപ്പണി സമൂഹത്തിലെ ആളുകൾക്ക് അവർക്ക് ഉള്ള അറിവുകൾ അതിനകത്ത് ചെയ്തുകൊണ്ടേയിരിക്കും. എനിക്ക് 100% ഉറപ്പാണ്. നമ്മൾ ഈ രജിസ്റ്റർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഈ സമയത്തിലുള്ള CMFRA കണ്ടെത്തുന്നതിനേക്കാൾ കൂടുതൽ സ്പീഷീസ് നമ്മൾ കണ്ടെത്തും. അത് കഴിഞ്ഞ് ഓരോ വർഷവും ഇതേപോലെ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തുന്നതിനേക്കാൾ കൂടുതൽ സ്പീഷീസ് കമ്മ്യൂണിറ്റി കണ്ടെത്തും. അതിലേക്ക് ആ നിലയിലേക്ക് വരും. അപ്പോൾ ചിലപ്പോൾ ഇവർ ഈ ട്രഡീഷണൽ നോളജിനെ അംഗീകരിക്കുമായിരിക്കും. കുമാരിപ്പോൾ പറഞ്ഞല്ലോ, ഈ സർക്കാർ സ്ഥാപനങ്ങൾ, ശാസ്ത്ര സ്ഥാപനങ്ങളൊക്കെ അവരൊക്കെ അംഗീകരിക്കുമ്പോൾ അവരിൽ നിന്ന് നേടുന്ന വെല്ലുവിളികളെന്ന് ചോദിച്ചില്ലേ? എന്നെ സംബന്ധിച്ച് ഞാൻ അതൊന്നും കാര്യമാക്കാത്ത ആളാണ്,
മനസ്സിലായില്ലേ? അതെൻ്റെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ എടുക്കുന്ന നിലപാടാണ്. ഞാൻ കാര്യമാക്കാറില്ല. ഇപ്പോൾ ഇന്ന് തന്നെ പുറത്തിറങ്ങിയ ഒരു റിപ്പോർട്ടുണ്ട്. ഇന്ന് പുറത്തിറങ്ങിയ ഒരു ഇൻ്റർനാഷണൽ ഇതിൽ വന്ന റിപ്പോർട്ടാണ്. ആർട്ടിഫിഷ്യൽ റീഫുകളെ പറ്റിയാണ്. മനസ്സിലായില്ലേ? ആർട്ടിഫിഷ്യൽ റീഫുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാമല്ലോ. നമ്മൾ കഴിഞ്ഞ ദിവസം തീരദേശ വികസന കോർപ്പറേഷൻ CMFRയുമായിട്ട് ചേർന്ന് തുമ്പയിൽ ഇട്ട കഴിഞ്ഞ വർഷം 24-ലിട്ട ആർട്ടിഫിഷ്യൽ റീഫിൽ ഡൈവ് ചെയ്തു. അതിൻ്റെ അടുത്ത ദിവസം മരിനാട് അവരിട്ട റീഫിൽ ഡൈവ് ചെയ്തു. അതിനും തൊട്ട് മുമ്പ് പിന്നെ വലിയ നിരയിലെ തൊഴിലാളികൾ അവരുടെ നിലയിലിട്ട റീഫിൽ ഡൈവ് ചെയ്തു. പിന്നെ പുതുക്കുറിച്ചിയിലും നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ലിസ്റ്റിൽ പറയുന്ന GPS ഡീറ്റെയിൽസിൽ ഡൈവ് ചെയ്ത് അവിടെ പക്ഷേ പാരിട്ടിട്ടില്ല. പക്ഷെ ഗവൺമെൻറ്റിൻ്റെ കണക്കിൽ അവിടെ പാരിട്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ? ഈ കൃത്രിമ പാരികളെന്ന് പറയുന്നത് ഒരു ശാസ്ത്രജ്ഞൻ്റെയും കണ്ടുപിടുത്തമല്ല. അത് പരമ്പരാഗത തൊഴിൽ ചെയ്യുന്ന പരമ്പരാഗത കടൽപ്പണിക്കാരുടെ കണ്ടുപിടുത്തമാണ്. അതിൻ്റെ മുഴുവൻ ഡേറ്റ എൻ്റെ കയ്യിലുണ്ട്. എങ്ങനെയെന്നറിയോ? 1983 ആദ്യമായിട്ട് ആളുകൾ ഈ കോടക്കലം, തെങ്ങിൻ്റെ മൂട്, ഓല, മരച്ചില്ല് ഇതെല്ലാം കൊണ്ടുപോയാണ് ഈ ടയർ ഇതൊക്കെ കൊണ്ടുപോയാണ് കടലിൽ പാരുന്നത്. അന്ന് മുതൽ ഞാൻ ഈ ഫോട്ടോ ഡോക്യുമെൻറ്റേഷൻ ചെയ്യാണ്. ഈ ട്രയാങ്കുലർ മോഡ്യൂളിലെ ഈ ട്രയാങ്കുലർ ആർട്ടിഫിഷ്യൽ റീഫ് ഉണ്ടാക്കുന്നതിന്, കൃത്രിമ പാരുണ്ടാക്കുന്നതിന് ഉണ്ടാക്കിയത് ട്രയാങ്കിൾ മോഡ്യൂളിലെ 85 കട്ടമരത്തിൽ വെച്ച് തുഴഞ്ഞു കൊണ്ടുപോയി ഇടുന്നതിൻ്റെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. കടൽപ്പണിക്കാർ ഇവിടുന്ന് വലിയ നിറയത് കൊണ്ടുപോയി ഇടുന്നുണ്ട്. അതുപോലെ പിന്നെ 90കളുടെ തുടക്കത്തിൽ ഞങ്ങൾ ഈ പോണ്ടിച്ചേരിയിൽ പോയി ഫെറോസിമെൻ ടെക്നോളജി പഠിച്ചിട്ട് പോൾ കൽവട്ടും ലതാരാമനും ഞാനുമാണ് ഇതിൻ്റെ ആ മോഡ്യൂൾ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇന്ന് വന്ന റിപ്പോർട്ടിൽ ഒരു ശാസ്ത്രജ്ഞൻ അവകാശപ്പെടുന്നു അവരാണ് ഇത് കണ്ടുപിടിച്ചത്. ഈ മോഡ്യൂൾ അവരത് പേറ്റന്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. മനസ്സിലായില്ലേ? മാത്രമല്ല അവർ 90കൾ മുതലുള്ള ചരിത്രമാണ് ഈ ആർട്ടിഫിഷ്യൽ റീഫുകളെ പറ്റി പറയുന്നത്. പക്ഷെ ഞാൻ എന്നെ കണ്ട അത് തയ്യാറാക്കിയ റിപ്പോർട്ടിനോട് ഞാൻ പറഞ്ഞില്ല, ശരിയല്ല. ഞാൻ അവർക്ക് എല്ലാ വിവരങ്ങളും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് 80കളുടെ തുടക്കം മുതലേ ചെയ്താണ്. ഇതൊരു ഞങ്ങൾ ഇവിടെ ഇത് ചെയ്യുമ്പോൾ CMFRയുടെ ശാസ്ത്രജ്ഞൻ ലാസറസ് അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം എൻ്റെ കൂടെ കട്ടപ്പുറത്തിൽ വന്ന് വള്ളത്തിൽ വന്ന് ഇതെല്ലാം പഠിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചരിത്രമൊക്കെ ഇയാൾ പറയുന്നത് വെല്ലുവിളികൾ എന്ന് പറയുന്നത് വേറൊരു രീതിയിലാണ്. കടൽപ്പണിക്കാരുടെ കണ്ടുപിടുത്തങ്ങൾ പോലും ശാസ്ത്രജ്ഞന്മാരെ അവരുടെ കണ്ടുപിടുത്തമാക്കി മാറ്റുകയും പേറ്റന്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാൻ പറയുന്നതേ, ഈ കോൺക്രീറ്റ് സ്ട്രക്ചർ ഉണ്ടാക്കി കടലിൽ കൊണ്ട് നിക്ഷേപിക്കുന്ന തരത്തിലുള്ളൊരു കോൺട്രാക്ട് പണി ചെയ്യേണ്ട ഗതികേടിലാണ് നമ്മുടെ ശാസ്ത്ര ലോകം. അത്രയ്ക്ക് അതപ്പതിച്ചിട്ടുള്ളൂ. അതപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിക്ഷേപിച്ച അതേ ശാസ്ത്രജ്ഞന്മാർ തന്നെ ഇപ്പോൾ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയാണ്, അയ്യോ ഞങ്ങളിട്ട പാലുകളിലെല്ലാം ഗോസ്റ്റ് നെറ്റാണ്, അപ്പോൾ അത് റിമൂവ് ചെയ്യാൻ വേറെ പദ്ധതി പാസ്സാക്കി തരണം. ഈ ഗതികേടിലാണ് നമ്മുടെ ശാസ്ത്ര ലോകം. തീർച്ചയായിട്ടും നമ്മൾ പഴയ രീതിയിൽ പരമ്പരാഗത കടൽപ്പണിക്കാരുടെ ചുമതലയിൽ പാലുകൾ നിർമ്മിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുവരും. തീർച്ചയായിട്ടും ഞങ്ങൾ FML അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി നടത്തുന്ന എല്ലാ കാര്യങ്ങളും ആ കാര്യങ്ങളൊക്കെ കോൺട്രാക്ടർമാർ അതിൻ്റെ ബെനിഫിറ്റ്സ് കൊണ്ടുപോകുന്ന അവസ്ഥയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പൂന്തറയിൽ പോയി ഓഫ് ഷോർ ബ്രേക്ക് വാട്ടർ, ജിയോ ട്യൂബ് കൊണ്ട് നിർമ്മിക്കുന്ന ഓഫ് ഷോർ ബ്രേക്ക് വാട്ടറിൻ്റെ കടലിനടിയിലെ ചിത്രങ്ങൾ പകർത്തി നമ്മളത് പകർത്തി പുറത്തു വിട്ടപ്പോഴാണ് സർക്കാർ അവരുടെ കയ്യിലുള്ള ഡേറ്റ പുറത്തു വിടുന്നത്. മനസ്സിലായില്ലേ? കാരണം നമ്മൾ പറഞ്ഞു, നിങ്ങൾ 2 സ്ഥലത്ത് പൂന്തറയിലെ ജിയോ ട്യൂബ് നിർമ്മിച്ചു, അതിൽ ഒരെണ്ണം തകർന്നു പോയി, ഒരെണ്ണം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. അവരതിനു മുമ്പേ അത് ഡോക്യുമെന്റ് ചെയ്തു. പക്ഷേ ആ തകർന്ന കാര്യം പറയാൻ അവർ മടിച്ചിട്ട് പുറത്തു വിട്ടില്ല. FML അത് പുറത്തു വിട്ടതിന് ശേഷം സക്സസ് ആണ്, രണ്ടാമത് ചെയ്ത് സക്സസ് ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ സർക്കാർ ചെയ്യുന്ന എല്ലാ പരിപാടികളെയും, കടലിൽ ചെയ്ത എല്ലാ പരിപാടികളെയും FML ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫ്, അതുപോലെ ഈ സ്കുബ കൊച്ചിൻ്റെയും കേരള യൂണിവേഴ്സിറ്റി അക്വാട്ടിക് ബയോളജിയുടെയും സിഫ്സിൻ്റെയും അദ്വാരയുടെയും ബാക്കി ആളുകളുടെയൊക്കെ സഹകരണത്തോടു കൂടി
നമ്മൾ കടലിനടിയിൽ കണ്ണുകൾ സ്ഥാപിച്ച് ഇതിനെ കംപ്ലീറ്റ് ഡോക്യുമെൻ്റ് ചെയ്യുന്ന ഒരു ചലഞ്ച് ഇത് തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് ഉണ്ടാവും, യാതൊരു സംശയമില്ല. ഇതാണ് FMLന്റെ റോൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. മനസ്സിലായില്ലേ? ജനങ്ങൾക്ക് ഈ സർക്കാരും കോൺട്രാക്ടേഴ്സും ഉദ്യോഗസ്ഥന്മാരും കടലിൽ ചെയ്യുന്ന എല്ലാ പദ്ധതികളെയും അപ്പോൾ കാര്യങ്ങൾ പകർത്തി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക. ബാക്കി ജനങ്ങൾ പ്രതികരിച്ചുകൊണ്ട് അതിനോട് മുന്നോട്ട് പോകും. അതാണ് ഈ പുതുക്കുറിച്ചിയിലെ അനുഭവം നമുക്ക് വളരെ അത് കൂടുതൽ നമുക്ക് ഈ കണ്ണു തുറക്കുന്ന ഒരു സാധനം. അല്ല, പുതുക്കുറിച്ചിയിൽ ഗവൺമെന്റ് പറയുന്നു അവിടെ കൃത്രിമ പാരിട്ടു, അപ്പോൾ അതിന് ഇത്ര ലക്ഷം രൂപ ചെലവായി. അവിടെ നമ്മൾ അതേ GPS ഡൈവ് ചെയ്തപ്പോൾ അവിടെ ഒന്നുമില്ല. ഇനി നമ്മൾ അതേപോലെ എനിക്ക് സംശയമുള്ള കുറേ 6 ഗ്രാമങ്ങൾ കൂടിയുണ്ട്. മനസ്സിലായില്ലേ? മത്സ്യത്തൊഴിലാളികൾ കുറെ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ഇതിനു ശേഷം അവർ 1-2 സ്ഥലങ്ങളുടെ അല്ല, ഞാൻ അതിനുശേഷം അന്വേഷിച്ചു. ഏറ്റവും കുറഞ്ഞ 6 അതുകൂടാതെ 6 ഗ്രാമങ്ങളിൽ അവർ ഇട്ടു എന്ന് പറയുന്ന 6 ഗ്രാമങ്ങളിൽ അവർ ഏകദേശം 42-ൽ 37 യെല്ലോ മാർക്ക് ചെയ്തിരിക്കും, 55-ൽ 7 യെല്ലോ മാർക്ക് ചെയ്തിരിക്കുകയാണ്. ബാക്കി 35-ൽ ഏതാണ്ട് വീണ്ടും 7 അവർ നിക്ഷേപിച്ചിട്ടില്ല. ഈ വാസ്തവത്തിൽ 28 സ്ഥലത്തെ നിക്ഷേപിച്ചിട്ടുള്ളൂ. അവർ പുറത്ത് പറയുന്നത് 42 സ്ഥലത്ത് നിക്ഷേപിച്ചു എന്നാണ്. ഈ നിക്ഷേപിച്ച് പകുതി സ്ഥലങ്ങളിൽ നമുക്ക് പാര് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നിക്ഷേപിച്ചു എന്ന് പറയുന്ന സ്ഥലത്ത് നിക്ഷേപിച്ച സ്ഥലങ്ങളിലെ അവസ്ഥ എങ്ങനെയാണ്? ഇപ്പൊ നമ്മൾ മരിനാടൊക്കെ പോയി. തീർച്ചയായിട്ടും മരിനാട്, തുമ്പ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നിക്ഷേപിച്ച സ്ഥലത്ത് അതിൻ്റെ ഫിഷ് അഗ്രിഗേഷനുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അങ്ങനെ കാര്യമായിട്ടുള്ള ഗോസ്റ്റ് നെറ്റ് ഇല്ല. ഈ വെറുതെ പണം തട്ടിക്കാനാണ് ഈ ഒരുപാട് ഗോസ്റ്റ് നെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വീണ്ടും പദ്ധതിയായിട്ട് മുന്നോട്ട് പോകുന്നത്. യാതൊരു സംശയമില്ല. കാര്യമായിട്ടുള്ള നമ്മുടെ എല്ലാം വിഷ്വൽ ഡോക്യുമെന്റേഷൻ ഉണ്ടല്ലോ അതിനകത്ത്. അങ്ങനെ കാര്യമായിട്ട് വേണമെങ്കിൽ FML തന്നെ പോയി ഉള്ള ഗോസ്റ്റ് നെറ്റ് മാറ്റും, യാതൊരു സംശയമില്ല. പ്ലാസ്റ്റിക് നമ്മുടെ ഡൈവുകളിലെല്ലാം കുറിച്ച് അതാ പ്ലാസ്റ്റിക്കിന്റെ കാര്യം വരുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോവളത്തെ ഇതില്ലേ ആ ബീച്ചിൻ്റെ പേരിന് ലീല ബീച്ചാണോ? അവിടെയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. കാരണം അവിടുത്തെ കോടി എന്ന് പറഞ്ഞാൽ കടലിലേക്ക് തള്ളി നിൽക്കുന്ന ആ പാറ, അത് ഈ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും കൂടുതൽ കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഒരെണ്ണമാണ്. അപ്പോൾ അവിടെയാണ് പോയി എല്ലാ പ്ലാസ്റ്റിക്കും ആഡ് ചെയ്യുന്നത്. പൂന്തറപ്പുഴി തുറന്നു വിടുമ്പോൾ, അല്ലെങ്കിൽ മുതലപ്പുഴി തുറന്നാണല്ലോ കിടക്കുന്നത്, വേളിപ്പുഴിയൊക്കെ തുറന്നു വിടുമ്പോൾ കരയിലുള്ള മുഴുവൻ മാലിന്യങ്ങളും അവിടെ വരും, അവിടെ വന്ന് അടിയും. അപ്പോൾ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ അതിർത്തിക്കുള്ളിലാണ് ഇതെല്ലാം. തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ മാലിന്യം കൈകാര്യം ചെയ്യുന്നതിൽ മികച്ച ഒരു കോർപ്പറേഷനാണ്, അത് പറയാതെ വയ്യ. ഞാൻ ഈ ഇടയ്ക്ക് മോദിനെ ഇവിടെ ഗുജറാത്തിൽ പോയിരുന്നു. അവിടെ എവിടെ തിരിഞ്ഞു നോക്കിയാലും പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ്. അതിനപേക്ഷിച്ച് തിരുവനന്തപുരം എത്രയോ മനോഹരമാണ്. പക്ഷേ നമുക്കുള്ള അഭ്യർത്ഥന, തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു വാർഡിന്, കരയിലെ ഒരു വാർഡിന് 9 ക്ലീനിങ് തൊഴിലാളികളെ വെച്ചിട്ടുണ്ട്. 100 വാർഡുകളിലേക്ക് 90-ലധികം ക്ലീനിങ് തൊഴിലാളികളുണ്ട്. 101 വാർഡുണ്ട്, 99 ക്ലീനിങ് തൊഴിലാളികൾ. ഈ വഴിയോരത്തെ പ്ലാസ്റ്റിക് മാറ്റാൻ മാത്രം ആണ് ഞാൻ ഈ പറയുന്നത്, അല്ല വീടുകളിൽ നിന്ന് എടുക്കുന്നതൊക്കെ വേറെയാണ്. അപ്പോൾ ഇതുപോലെ ചില പോക്കറ്റ്സിലെങ്കിലും ലീല ബീച്ച്, വിഴിഞ്ഞ ഹാർബറിൻ്റെ ഏരിയ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലെങ്കിലും കടലിലെ മാലിന്യങ്ങൾ മാറ്റുന്നതിന് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്തെങ്കിലും ഒരു എഫേർട്ട് കൂടി ഇടണം. മനസ്സിലായില്ലേ? അത് തീർച്ചയായിട്ടും ഈ കടൽ പണിക്കാരെ ഉപയോഗിച്ചുകൊണ്ടാണോ, ഡൈവർമാരെ ഉപയോഗിച്ചുകൊണ്ടാണോ, അങ്ങനെയാണല്ലേ നമുക്ക് മാറ്റാൻ കഴിയും അതിനകത്തുള്ള? അതെ ഒരു പരിധി വരെ അതിനൊന്നും അധികം എഫേർട്ടൊന്നും വേണ്ട. ആ സീസൺ ഉണ്ടല്ലോ, ഈ ഒഴുക്ക് വരുന്ന സീസണിൽ മാസത്തിൽ ഒരു 2-3 ഡൈവ് ചെയ്യണം, അത്രയേ ഉള്ളൂ. അത് നിസ്സാരമായ കാര്യമാണ്, കോർപ്പറേഷൻ ചെയ്യാവുന്നേ ഉള്ളൂ. അത് നമ്മൾ എത്രയോ തവണ കണ്ടിട്ടുണ്ട്. അവിടെ എത്തുന്ന വിദേശികൾ, ടൂറിസ്റ്റുകൾ, അവർ ഈ കടലിലൂടെ ഒഴുകി വരുന്ന പ്ലാസ്റ്റിക്കുകളിൽ പിറക്കുകയാണ്. മനസ്സിലായില്ലേ? നമുക്ക് നാണക്കേടല്ലേ? അവർ നാളെ പോയി അവരുടെ രാജ്യങ്ങളിൽ പറയും, ആ ഫോട്ടോകളല്ലേ കാണിക്കാൻ പോകുന്നത്. സോ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ അതിൽ കുറച്ച് ശ്രദ്ധിക്കാനുണ്ട്. പിന്നെ ഗോസ്റ്റ് നെറ്റ് FML ഓൾറെഡി കാണുമ്പോഴൊക്കെ എടുക്കുന്നത്, പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റാത്ത ഗോസ്റ്റ് നെറ്റ് ഉണ്ട്, പ്രത്യേകിച്ച് ലീല ബീച്ചിൽ തന്നെ ഉണ്ട്. അപ്പോൾ ആ നെറ്റ് ഇപ്പോഴും അവിടെ കിടക്കുകയാണ്. അവിടുത്തെ ഗോസ്റ്റ് നെറ്റ് അവിടുത്തെ കോറലുകളെ മുഴുവൻ നശിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ തീരത്തോട് ചേർന്ന് കോറലുകളിലുള്ള അപൂർവ സ്ഥലങ്ങളിലൊന്നാണ് കോവളത്തെ ലീല ബീച്ച്.
അതിൻ്റെ സമുദ്ര ബീച്ച് എന്നാണ് പണ്ട് പറഞ്ഞിരുന്നത്. അതിനോട് ചേർന്നൊരു ഒരു ചെറിയ ബേ ഉണ്ട്. ആ ബേയിലാണ് ഈ കോറൽ. ഞങ്ങൾ 2019 നമ്മൾ FML 14 ഇനം കോറലുകൾ 34 ഇടത്ത് അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. എല്ലാ ഫോട്ടോയും FMLന്റെ കയ്യിലുണ്ട്. 14 ഇനം കോറലുകൾ 34 സ്ഥലത്ത്. അവിടെ ഇവിടെ പല പല പാറകളിലായിട്ട് വളരുന്നതാണ്. നമ്മൾ ഈ 5 വർഷത്തിന് ശേഷം 2024 അവിടെ പോയപ്പോൾ ഇപ്പോൾ ആകെപ്പാടെ 4 ഇനം കോറലുകൾ മാത്രമേ അവശേഷിക്കൂ. ബാക്കിയെല്ലാം പോയി. അതിൽ ചിലതൊക്കെ ഈ ഗോസ്റ്റ് നെറ്റ് വീശി അടിച്ചിട്ട് അടർന്ന് തറയിൽ കിടക്കുന്നതിൻ്റെ ഫോട്ടോ വീഡിയോ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷേ അതാണ് അവിടുത്തെ അവസ്ഥ. അതുപോലെ വിഴിഞ്ഞത്താണെങ്കിലുണ്ടല്ലോ, വിഴിഞ്ഞത്ത് നമ്മൾ ഏതാണ്ട് 20ലധികം കോറലുകൾ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്, 50ഓളം സ്ഥലങ്ങളിൽ. പക്ഷേ ഇപ്പോൾ അവിടെ പോകുമ്പോൾ ഇപ്പോൾ കാണുന്നത് എന്തെന്ന് വെച്ചാൽ ഒരു 10-12 കോറലുകൾ മാത്രമേ ഉള്ളൂ. ഇത് മാത്രമല്ല, വളരെ വളരെ കുറച്ച് മറ്റ് പലതും ബ്ലീച്ച്ഡ് ആയിട്ട് നിൽക്കുകയാണ്. അവിടുത്തെ ബ്ലീച്ചിങ്ങിൻ്റെ പ്രധാന കാരണം സാൻഡ് അക്രീഷനാണ്. ആ സ്ഥലത്തേക്കുള്ള സാൻഡ് അക്രീഷനാണ്, മണ്ണ് കയറുന്നത്. കോറൽ എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മുടെ ആളുകൾക്ക് എപ്പോഴും ലക്ഷദ്വീപും ആൻഡമാനും ഒക്കെയാണ് ഓർമ്മ വരുന്നത്. അതാണ് കോറൽ റീഫ്സ് ഉള്ള ഒരു സ്ഥലം എന്നാണ് പറയുന്നത്. കേരളത്തിൽ ആദ്യമായിട്ട്, പ്രത്യേകിച്ചും ഈ ഭാഗത്ത് കോറൽസ് ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴേക്കും ആളുകൾക്ക് അത് ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ളൊരു സാധനമാണ്. അത് നമ്മുടെ വർക്കിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടെത്തിയൊരു ഇതായിരുന്നു. അപ്പം ഈ ഗോസ്റ്റ് നെറ്റുകൾ ശരിക്കും ആളുകൾക്കൊരു സംശയമുണ്ട്, ഇതെന്താണ് ഈ കടലിനടിയിൽ ഈ മത്സ്യത്തൊഴിലാളി അവരുടെ ഇതിൽ നിന്ന് വരുന്ന വലകളാണോ, എന്താണ് ശരിക്കും ഗോസ്റ്റ് നെറ്റുകൾ എന്നുള്ള കാര്യത്തിൽ നമുക്ക് അതുപോലെ നമുക്ക് ഈ ഗോസ്റ്റ് നെറ്റുകൾ കടലിൽ ഉണ്ടാകുന്നത് സാധാരണ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഈ ഫിഷർമെൻ, കടൽപ്പണിക്കാർ ഡിസ്കാർഡ് ചെയ്യുന്ന വലയാണ് ഗോസ്റ്റ് നെറ്റ്സ്. അത് ശരിയല്ല. അവരങ്ങനെ ഒരിക്കലും കടലിലേക്ക് വലകൾ അങ്ങനെ എറിയാറില്ല. 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ചിലപ്പോൾ അവർ വല വിട്ട് കിടക്കുമ്പോൾ ബോട്ടോ കപ്പലോ മുറിച്ച് പോവും വലകളെ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം കടലിലെങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ഏതെങ്കിലും ഒരു എക്കോസിസ്റ്റത്തിൽ കടലടിത്തട്ടിലെ ഉറച്ച പാറപ്പാരികളിലൊക്കെ ചെന്ന് വീഴും. അതാണ് ഗോസ്റ്റ് നെറ്റായിട്ട് മാറുന്നത്. വേറൊരു രീതി, നമ്മുടെ ചില തീരത്തോട് ചേർന്ന പാറപ്പാരികളിൽ അതിനോട് ചേർന്ന മീനുകളെ പിടിക്കാൻ വേണ്ടി ചിലർ വല വിടും. അത് അബദ്ധത്തിന് ചിലപ്പോൾ വീഴാണ്ട്. അത്തരം വലകൾ നമ്മൾ FMLന്റെ ഡൈവേഴ്സ് പോകുമ്പോൾ കണ്ടാൽ ഉടനെ തന്നെ അതിനെടുത്ത് മാറ്റാറുണ്ട്. ഇതുകൂടാതെ ഇപ്പോൾ ഈ പണ്ടത്തെ പാരികളിൽ ചൂണ്ടപ്പണി ചെയ്തിരുന്ന തൊഴിലാളികൾ ആ ശീലം മാറ്റിയിട്ട് ആ പാരികളിൽ ലൈറ്റ് വെച്ച് തട്ടുമടി വിട്ട് മീൻ പിടി. അപ്പോൾ മീൻ കയറുമ്പോൾ അതുകൊണ്ട് താഴെ വലയിൽ പെടാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള പല രീതികളൊക്കെ ഉണ്ട്. പക്ഷേ ഈ കൃത്രിമ പാലിലും ആളുകൾ ഇതുപോലെ അവിടുത്തെ മീനിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് അവിടെ പോയി വല വിട്ടിട്ട് അത് വീഴാറുണ്ട്. പക്ഷേ ഇപ്പോൾ കോവളത്ത് ഈ അശോക ബീച്ചിൻ്റെ അവിടെ അടിഞ്ഞുകൂടി കിടക്കുന്ന വലകളും റോപ്പുകളും അത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും കപ്പലുകളിൽ ഉപയോഗിക്കുന്ന വലിയ, അല്ലെങ്കിൽ മീൻപിടുത്ത കപ്പലുകളിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള വലിയ കമ്പയല്ല റോപ്പും നൈലോൺ റോപ്പും നൈലോൺ വലകളുമാണ്. ശരി, നമ്മൾ മനസ്സിലാക്കേണ്ട സാധാരണ ഒരു പ്ലാസ്റ്റിക് ബാഗ് അത് കടലിൽ വീണാൽ വളരെ തിന്നായിട്ടുള്ളതാണെങ്കിൽ ഏറ്റവും മിനിമം 200 വർഷം അത് അലിഞ്ഞു ചേരാൻ. കുറച്ചുകൂടെ കട്ടിയുള്ളതാണെങ്കിൽ 400 വർഷം വരെ. ഞാനിപ്പോൾ ഈ കോവളത്ത് കടലടിയിൽ കിടക്കുന്ന റോപ്പുകൾ കണ്ടപ്പോൾ അത് ഞാൻ പകർത്തിയിട്ടുണ്ട്, പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നില്ല 1000കണക്കിന് വർഷം എടുത്താൽ അത് ചെയ്യാൻ പറ്റുമെന്ന്. ശരിക്കും നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഡൈവേഴ്സിനെയൊക്കെ വെച്ചുകൊണ്ട് ആ ഗോസ്റ്റ് നെറ്റ് റിമൂവൽ ക്യാമ്പയിൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ വലിയ തോതിൽ ബൃഹത്തായി ഉണ്ടാവേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ ഒരു ചെറിയൊരു ശതമാനം നമുക്കെടുത്ത് മാറ്റാൻ പറ്റും. പ്ലാസ്റ്റിക്കും ഗോസ്റ്റ് നെറ്റ്. പക്ഷെ വേറൊരു രസകരമായ കാര്യം, അപ്പുറത്ത് ഇതിനു വേണ്ടി തന്നെ ഫണ്ടുകൾ
വാങ്ങി നിറയെ പ്രോജക്റ്റുകൾ ഇതിനു വേണ്ടി ചെയ്യുന്ന അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇതിൻ്റെ പേരിൽ. അത് എത്രത്തോളം എത്ര കണ്ട് ശരിയായ രീതിയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് അത് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നത്. ഈ പുതുക്കുറിച്ചിയിലെ ഒറയുടെ കാര്യമൊക്കെ നോക്കിയതുപോലെ അത്തരം കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ഈ കുമാർ പറയുന്ന കാര്യത്തിൽ നമുക്ക് ആഗ്രഹമുണ്ട്, ആഗ്രഹമില്ലെന്നില്ല. പക്ഷേ FML ചെയ്യാവുന്ന കാര്യങ്ങൾ കുറേയധികം ലിമിറ്റേഷൻസ് ഉണ്ട്, മനസ്സിലായില്ലേ? ഓരോ ഡൈവ് ട്രിപ്പ് നമ്മൾ ഓർഗനൈസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ പിന്നിൽ ചിലവുകളുണ്ട്. ഇതെല്ലാം നമ്മുടെ പോക്കറ്റിൽ നിന്ന് കണ്ടെത്തുന്നതാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഇതിന് FML ഡൈവേഴ്സ് മാത്രം വിചാരിച്ചാൽ നടക്കാത്ത കാര്യം. അതുകൊണ്ടാണ് നമ്മൾ ഇതുവരെ അത് ചെയ്യാത്തത്. വേറെയും ആളുകൾ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു ശ്രമം നടത്തണം, നമുക്ക് ആഗ്രഹമുണ്ട്. ശ്രമിക്കാവുന്നതേ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. പൊതുവേ നമ്മൾ പറയുന്നത് ഈ കരയിൽ റിസർച്ച് നടത്തുന്നത് കുറച്ചുകൂടെ എളുപ്പമാണ്, കടലിൽ വളരെ ചിലവേറിയതുമാണ്, പാടുമാണ്. എനിക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നും തന്നെ, അല്ലെങ്കിൽ റിസർച്ച് എന്ന് മാത്രം പറയല്ലേ, നിങ്ങൾ ഈ റിസർച്ച് സ്റ്റുഡൻസ് അല്ലെങ്കിൽ റിസർച്ചേഴ്സിനുള്ള ഒരു അബദ്ധമാണ്. കടലിൽ ചെയ്യുമ്പോൾ അത് റിസർച്ച് മാത്രമല്ല, അതൊരു കൺസർവേഷൻ ആക്ടിവിറ്റിയാണ്, മനസ്സിലായില്ലേ? അങ്ങനെ കൂടെ കാണണം. നമ്മൾ കടലിലെ റിസർച്ച് ഫീൽഡ് മാത്രമായിട്ട് കാണാൻ പാടില്ല. അതിനെ സംരക്ഷിക്കുക എന്നുള്ളതും കടലുമായി ബന്ധപ്പെട്ട് റിസർച്ച് ചെയ്യുന്ന ആളുകളുടെയും അത് കഴിഞ്ഞ് അതുമായി ബന്ധപ്പെട്ട് തൊഴിലെടുക്കുന്ന ആളുകൾ യൂണിവേഴ്സിറ്റികളിലാകട്ടെ അല്ലെങ്കിൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാകട്ടെ, അവർക്കെല്ലാവർക്കും അതിനെ സംരക്ഷിക്കാനുള്ള ഒരു വലിയ റോൾ ഉണ്ട്. ആ രീതിയിൽ കാണുക. സോറി, ഞാൻ ഇടയ്ക്ക് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇത് ഒന്ന് നമുക്ക് ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ ഇതിനോട് അഭിരുചിയുള്ള കുറേ പേരെ ഒരു കമ്മ്യൂണിറ്റി ഡൈവേഴ്സ് ടീം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കാനുള്ള ശ്രമങ്ങൾ നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ഇതൊരു നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പല അതിൻ്റെ സോഴ്സുകളോട് നമ്മൾ അഭ്യർത്ഥിക്കുന്നുണ്ട്. അവരുടെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ചെയ്യേണ്ട, സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, അവരുടെ ഫീസ് കൊടുക്കാൻ വില്ലിങ് ആണെങ്കിൽ, അവർ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ കുറേ പേരെ ഈ FML ഒരു തവണ ഒരു 8-10 ആൾക്കാരെ ട്രെയിൻ ചെയ്യിച്ചല്ലോ. അതിൻ്റെ പച്ചയിലാണ് ഇതുവരെ മുന്നോട്ട് പോയത്. ഇനിയും അതുപോലെ ഒരു എഫേർട്ട് ചെയ്യണം. അതിനെ സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കാം. പൂന്തുറയിൽ ജിയോ ട്യൂബ് നമ്മൾ ഡൈവ് ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പല പുതിയ വിവരങ്ങൾ നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇപ്പോൾ പോണ്ടിച്ചേരിയിലെ കാര്യങ്ങൾ ഇത് ചെയ്തിട്ടായാലും അത്തരം ക്ലാസ്സുകളൊക്കെ നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു. ഈ ഒരു അണ്ടർ വാട്ടർ ഡോക്യുമെൻറ്റേഷൻ എത്ര കണ്ട് പ്രധാനമാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. വളരെ ശരിയാണ്. ഈ പൂന്തുറയിലെ ജിയോ ട്യൂബ് നമ്മൾ അല്പം സംസാരിച്ചാണ്. ഈ കരയിൽ നിന്ന് ഒട്ടും അകലെയല്ലാത്ത തിരയടിക്കുന്ന, വർഷകാലത്ത് തിരയടിക്കുന്ന ആ സ്ഥലത്താണ് വിറ്റിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അണ്ടർ വാട്ടർ വിഷ്വൽ ഡോക്യുമെൻറ്റേഷനും വളരെ മുമ്പേ നമ്മൾ കടലൂരിൽ ചെയ്തത് 2018 പോയി മനസ്സിലാക്കാൻ ശ്രമിച്ചു. കോസ്റ്റൽ വാച്ചിൻ്റെയും പൂന്തുറയിലെ തീരസംരക്ഷണ സമിതിയും അഞ്ചെങ്ങിലെ സുഹൃത്തുക്കളും എല്ലാവരും ചേർന്ന് പോയി പഠിച്ചതാണ്. അപ്പോൾ നമ്മളവിടെ പോകുമ്പോൾ അത് ആളുകൾ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മൾ ഇവിടെ വന്നിട്ട് ഇത് ആളുകളെ ബോധ്യപ്പെടുത്തിയിട്ട് ഇത് ചെയ്താൽ നന്നായിരിക്കുമെന്ന് പറഞ്ഞത്. അങ്ങനെ പിന്നെ ഗവൺമെൻറ് ഇവിടെ ചെയ്തു. ആദ്യഘട്ടം 3 വർഷം മുമ്പ് ചെയ്തു. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം വീണ്ടും ചെയ്തു. പക്ഷേ ആർക്കും അറിയില്ല അതിന് അടിയിൽ എന്ത് സംഭവിക്കുന്നു, ഉണ്ടോ ഇല്ലയോ, എന്താണ് എന്നതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ വന്ന ശേഷം നമുക്ക് ഒരുമിച്ച് അവിടെ ഒരു പഠനം നടത്താൻ സാധിച്ചത്. അപ്പോൾ നമുക്ക് മനസ്സിലായത് ആദ്യഘട്ടം പരാജയപ്പെട്ടു, രണ്ടാമത്തെ ഘട്ടം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അതിന് അഭിമുഖമായ കരയിൽ തീരം വയ്ക്കുന്നു. അതൊരു വലിയ പ്രതീക്ഷയാണ്. 3-4 വരി വള്ളങ്ങൾ വയ്ക്കാനുള്ള തീരം അവിടെ വന്നു. ഞാൻ മെനിഞ്ഞൊരു വീഡിയോ കണ്ടു. 3-4 പതിറ്റാണ്ടിന് ശേഷം ആ കടപ്പുറത്ത് ജിയോ ട്യൂബ് ചെയ്ത അതിന് അടുത്തുള്ള ആ കടപ്പുറത്ത് അവിടുത്തെ ആളുകൾ വള്ളങ്ങളെല്ലാം മാറ്റിയിട്ട് കുട്ടികൾക്ക് ഫുട്ബോൾ ടൂർണമെന്റ് നടത്താൻ അവസരം കൊടുക്കുകയാണ്. ലൈറ്റൊക്കെ ഇട്ട് രാത്രി ആളുകളൊക്കെ കൂടി അതിനെ ആഘോഷമാക്കുകയാണ്. തീരം തിരിച്ചു വന്നതിൻ്റെ ആഘോഷം, മനസ്സിലായില്ലേ? ആളുകൾക്ക് എന്നാ സന്തോഷം എന്നറിയോ? 4 വർഷമായി 4 പതിറ്റാണ്ടായി കടലിൽ സമാധിയായിരുന്ന തീരം ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്. നമ്മളെയൊക്കെ സംബന്ധിച്ച് തീരം നഷ്ടപ്പെടുന്നതിൻ്റെ നമ്മളാകുന്ന തലമുറ ജീവിച്ചിരിക്കുമ്പോൾ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന് നമ്മൾ സങ്കടപ്പെടുമ്പോൾ ആ തീരം തിരിച്ചു വരാനുള്ള ഒരു പുതിയ ടെക്നോളജി എന്ന നിലയിലാണ് നമ്മളതിനെ കാണുന്നത്. അതിന് എത്ര ആയുസ്സുണ്ടെന്ന് നമുക്കറിയില്ല.
പക്ഷെ ആ പദ്ധതി വളരെ വളരെ ഇഴഞ്ഞിഴഞ്ഞാണ് പോകുന്നത്. ഇഴഞ്ഞു പോകുന്നതിൻ്റെ പിന്നിൽ വേറൊരു കാരണമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം തന്നെ ആ പദ്ധതി നിർത്തി വെച്ചിട്ട് അവർ വീണ്ടും പൂന്തറയിൽ പുലിമുട്ടിൽ ഈ ടെട്രാപ്പോഡൊക്കെ സ്ഥാപിക്കുന്ന പണികൾ ചെയ്യുന്നു. 17.5 കോടിയോ മറ്റോ ഗ്രോയിൻസിനെ വീണ്ടും ബലപ്പെടുത്തുന്ന പണി. വാസ്തവത്തിൽ ഗ്രോയിൻസ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ഓഫ് ഷോർ ബ്രേക്ക് വാട്ടർ കിട്ടുന്നത് ജിയോ ട്യൂബ് വഴി. പക്ഷെ ഇപ്പോൾ അവർ ഈ ഗ്രോയിൻസിനെ ബലപ്പെടുത്തുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്രോയിൻസിൻ്റെ പണിയും തീരഭിത്തികളുടെ പണിയും അതൊക്കെ ചെയ്യുന്നത് നമ്മളുടെ ഇറിഗേഷൻ വകുപ്പാണ്, ജലസേചന വകുപ്പാണ്. നമ്മളുടെ ഈ ജിയോ ട്യൂബിൻ്റെ പണി ചെയ്യുന്നത് കോസ്റ്റൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ്, ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ചേർന്നിട്ടാണ്. മനസ്സിലായി? ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ കോസ്റ്റൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ചെയ്യുന്ന ഈ പദ്ധതിക്ക് ജിയോ ട്യൂബിൻ്റെ ഓഫ്ഷോർ ബ്രേക്ക് വാട്ടറിലൂടെ തീരം തിരിച്ചു വരുന്ന പണിക്ക് കേരള സംസ്ഥാന ഗവൺമെൻറ്റാണ് സ്വന്തം നിലയിൽ പണം കണ്ടെത്തേണ്ടത്, കിഫ്ബി വഴി. മനസ്സിലായില്ലേ? അതേസമയം ഇറിഗേഷൻ വകുപ്പ് ചെയ്യുന്ന ഗ്രോയിൻസിൻ്റെയും കടൽഭിത്തികളുടെയും ചെലവിന് കേന്ദ്ര സർക്കാരിൽ നിന്ന് അലോട്ട് ചെയ്യുന്ന പണമാണ് കിട്ടുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് എനിക്ക് തോന്നി ഈ ഗവൺമെൻറ്റിൻ്റെ ഈ ഉദ്യോഗസ്ഥരുടെ സമീപനം ഈ ഗ്രോയിൻസിൻ്റെ ഈ ജിയോ ട്യൂബിൻ്റെ പണി വിജയിച്ചു എന്ന് വരുത്തിയാൽ, ഓഫ് ഷോർ ബ്രേക്ക് വാട്ടർ വിജയിച്ചു എന്ന് വരുത്തിയാൽ പിന്നെ ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഈ പറയുന്ന പണിയില്ല. അതെ, സെൻട്രൽ ഗവൺമെൻറ് പൈസ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ഈ പണിയെ സാരമായി ബാധിക്കുന്ന രീതിയിലുള്ള ഒരു അലംഭാവം ജിയോ ട്യൂബിൻ്റെ നിർമ്മാണത്തിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ കാണിക്കുന്നുണ്ട്. അതായത് ഇറിഗേഷൻ വകുപ്പിന് വലിയൊരു റോളുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. മനസ്സിലായില്ലേ? ഇത് സർക്കാരിൻ്റെ അന്തർധാരയ്ക്കുള്ളിൽ നടക്കുന്ന കാര്യമാണ്. പക്ഷെ നമുക്ക് ന്യായമായിട്ട് സംശയിക്കാം. കാരണം ജിയോ ട്യൂബ് നിർമ്മിച്ച സ്ഥലത്ത് അന്നേ വരെ ഇല്ലാത്ത അത്രയും തീരം തിരിച്ചു വന്നു, 4 വരി വള്ളം വയ്ക്കാനുള്ള തീരം തിരിച്ചു വന്നു എന്ന് വന്നാൽ ഗവൺമെൻറ് സടകുടഞ്ഞ് എഴുന്നേറ്റ് ഉടനെ ആ പദ്ധതിയെ മറ്റിടങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ വേണ്ടി വരേണ്ടതാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇതിനകത്തൊരു ഗൂഢതന്ത്രമുണ്ട് എന്ന് FML കരുതുന്നതിന് എനിക്കൊന്നും ആരും തെറ്റ് പറയില്ല. അപ്പം ഈ തീരം വരുന്നതിൻ്റെ കാര്യം പറയുമ്പോഴേക്കും ഈ തീരശോഷണത്തിന് പൊതുവെ ആളുകൾ ഈ കാലാവസ്ഥാ വ്യതിയാനം ഒരു വലിയ കാരണമാണെന്ന് പറയാറുണ്ട്. പക്ഷെ ശരിക്കും എൻ്റെ മനസ്സിലാക്കാനനുസരിച്ച് നമ്മുടെ ഇവിടെ ഈ കാലാവസ്ഥാ വ്യതിയാനം ബാധിച്ചിരിക്കുന്നത് ഇതുവരെ നമ്മുടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ അവർ പറയുന്ന അവരുടെ അറിവനുസരിച്ച് നോക്കുമ്പോൾ അവർക്ക് കൃത്യമായി ലഭിച്ചുകൊണ്ടിരുന്ന സീസണുകളിൽ വളരെ മാറ്റമുണ്ടായി. മഴയിലും കാറ്റിലും ഓരോ സമയത്തും ലഭിച്ചുകൊണ്ടിരുന്നു, അതിൽ മാറ്റമുണ്ടായി. പിന്നെ അതിനനുബന്ധിച്ച് നടന്നിരുന്ന ഈ കടൽ പ്രതിഭാസങ്ങളിൽ മാറ്റമുണ്ടായി, കറനീരിളക്കം അങ്ങനത്തെ കാര്യങ്ങളിൽ. പിന്നെ അത് ചേർന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന മീനുകളുടെ ലഭ്യതയിലും മാറ്റമുണ്ടായി. പാറ്റേണുകളുടെ ഒരു മാറ്റം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അത് കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ തന്നെ പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മുടെ പ്രവർത്തനങ്ങൾ, ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫിൻ്റെ നമ്മുടെ ഗവേഷണങ്ങളിലും നമ്മുടെ പഠനങ്ങളിലും കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെ തീരത്തെ എങ്ങനെ ബാധിച്ചിരിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കി. വാസ്തവത്തിൽ ഇതിനെ സംബന്ധിച്ച് ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫ് അങ്ങനെ വലിയ ഗവേഷണമോ പഠനമോ നടത്തിയിട്ടില്ല. പഠനമോ ഗവേഷണങ്ങളോ നടത്താതെ തന്നെ ഒരു തീരദേശവാസി എന്ന നിലയിൽ സുവ്യക്തമായിട്ട് പറയാവുന്ന കാര്യങ്ങളാണിതെല്ലാം. ഇന്ന് കേരളത്തിൽ, ഒരുപക്ഷെ ഇന്ത്യയിൽ, അവരുടേതല്ലാത്ത കാരണങ്ങളാൽ ഏറ്റവും കൂടുതൽ ആളുകൾ കിടപ്പാടം നഷ്ടപ്പെടുന്നേണ്ടി വരുന്ന ഒരവസ്ഥ കേരളത്തിലെ, പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലെ തീരദേശവാസികൾക്കാണ്. ഇന്ന് അവരുടേതല്ലാത്ത കാരണങ്ങളാൽ അവരുടെ തൊഴിലിടത്ത് മരിച്ചു വീഴുന്നത് പ്രത്യേകിച്ച് കേരളത്തിൽ, തിരുവനന്തപുരത്ത്, അതിൽ പ്രത്യേകിച്ച് മുതലപ്പുഴയിൽ കടൽപ്പണിക്കാരാണ്. ഇന്ന് അവരുടേതല്ലാത്ത കാരണങ്ങളാൽ അവരുടെ പണിയിടത്ത് ഏറ്റവും അധികം മാലിന്യങ്ങൾ കൊണ്ട് തള്ളി നിറയ്ക്കുന്നത് കടൽപ്പണിക്കാരുടെ തൊഴിൽ മേഖലയിലാണ്. ഇതാണ് അവസ്ഥ. അപ്പം ഞാനീ പറഞ്ഞതിൽ പലതും
ഗവേഷകർ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടൊക്കെ പലതും പറയുന്നുണ്ട്. അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഇതൊക്കെ നഷ്ടപ്പെടുമ്പോൾ ഇവരോട് ഗവൺമെൻറ്റിൻ്റെ സമീപനം എന്താണ്? മനസ്സിലായില്ലേ? ഇവരെല്ലാം ഈ തീരത്തെ 4-5 വരി വീടുകൾ കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിൽ നഷ്ടപ്പെട്ടല്ലോ. നൂറുകണക്കിന് ആളുകളുടെ വീടുകൾ. സാധാരണ ഒരു വികസനത്തിൻ്റെ ഭാഗമായി വീടുകൾ നഷ്ടപ്പെടുമ്പോൾ അവർക്ക് നൽകേണ്ട കോമ്പൻസേഷനെ പറ്റി ഗവൺമെൻറ്റിന് വളരെ ലിഖിതമായ നിയമങ്ങളൊക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? ഇവർ ഭൂരിപക്ഷ ആളുകളും സ്വന്തം ഭൂമിയുടെ പട്ടയം കയ്യിലുള്ള ആളുകളാണ്. മനസ്സിലായില്ലേ? ഈ വർഷവും ആയിരക്കണക്കിന് ആളുകൾക്ക് പട്ടയം വിതരണം ചെയ്ത ഗവൺമെൻറ്റാണ്. പക്ഷേ തീരദേശം മുഴുവൻ ആളുകളുടെയും പട്ടയത്തിൻ്റെ കരം വാങ്ങരുതെന്ന് ഉത്തരവിട്ട, രഹസ്യമായി ഉത്തരവിട്ട ഗവൺമെൻറ് കൂടിയാണ്. മനസ്സിലായി? അതായത് അവർക്കുള്ള പട്ടയത്തെ അസ്ഥിരപ്പെടുത്തുന്ന നടപടി സ്വീകരിച്ച ഗവൺമെൻറ് കൂടിയാണ്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഈ സ്വന്തമായി ഭൂമിയുള്ള ആളുകൾക്ക്, വീടുണ്ടായിരുന്ന ആളുകൾക്ക്, ഭൂമിയും വീടും ഉണ്ടായിരുന്ന ആളുകൾക്ക് അത് മുഴുവൻ നഷ്ടപ്പെട്ടല്ലോ. അവരുടേതല്ലാത്ത ഒരു വികസന പദ്ധതിയുടെ ഭാഗമായി നഷ്ടപ്പെട്ടല്ലോ. അങ്ങനെ വരുമ്പോൾ ഗവൺമെൻറ് എന്താ ചെയ്യേണ്ടത്? അതിനുള്ള കോമ്പൻസേഷൻ കൊടുക്കട്ടെ, അതിന് തക്കതായ കോമ്പൻസേഷൻ കൊടുക്കട്ടെ. പക്ഷെ അവരെങ്ങനെയാണ് അക്കോമഡേറ്റ് ചെയ്യുന്നത്? അവരെ അക്കോമഡേറ്റ് ചെയ്തത് ഭൂമിയോ വീടോ സ്വന്തമായി ഇല്ലാത്ത ആളുകൾക്ക് നൽകാനുള്ള പദ്ധതിയിലാണ് അവരെ ഉൾപ്പെടുത്തുന്നത്. സ്വന്തമായി വീടും സ്ഥലവും ഉണ്ടായിരുന്ന ആളുകളെ സ്വന്തമായി വീടോ സ്ഥലമോ ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടി ഉണ്ടാക്കിയ 6 ലക്ഷത്തിൻ്റെ പീറ കിടക്കാടത്തിൽ കൊണ്ടുപോയി താമസിപ്പിക്കുകയാണ്. അവർക്കൊണ്ട് ഭൂമിയുള്ളവരാണ്. അവരിപ്പോൾ ഫ്ലാറ്റുകളിലെത്തുമ്പോൾ ഭൂമി ഇല്ലാത്തവരായി. വീടിൻ്റെ ഉടമസ്ഥരായിരുന്ന ആളുകളാണ്. അവരവിടെ എത്തുമ്പോൾ ഒരു താക്കോൽ മാത്രമേ അവർ ലഭിക്കുന്നുള്ളൂ. അതിൻ്റെ യാതൊരു ആധാരവും അവരുടെ ഉടമസ്ഥത തെളിയിക്കുന്ന ഒരു പേപ്പറും അവരുടെ കയ്യിലില്ല. ഇതാണ് ഈ കടലോര സമൂഹത്തോട് ഗവൺമെൻറ് കാണിക്കുന്ന ഒരു വളരെ വളരെ നിരാശാജനകമായ ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി കാണുന്നതാണ്. പക്ഷേ ഈ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഭൂമിയില്ലാത്തവർ ഭൂമി ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന ക്രെഡിറ്റാണ്. അതാണ് അവരുടെ മുഖമുദ്ര. പക്ഷെ ഇവിടെ ഭൂമി ഉള്ളവരെ ഭൂമി ഇല്ലാത്തവരാക്കി കൊടുക്കുന്ന ഒരു പ്രവൃത്തിക്കാണ് ഈ ഗവൺമെൻറ് ഇപ്പോൾ നേതൃത്വം നൽകി വരുന്നത്. ഇനി ഇതിന് കാരണം അവർ പറയുന്നത് എന്നാ? അത് വികസനത്തിൻ്റെ അല്ല എന്ന് വരുത്തി, അത് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ. ഇവിടെയാണ് ഞാൻ പിന്നീട് വരാം ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞത്. എൻ്റെ മുന്നിൽ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് ഒരു സ്റ്റുഡൻറ്റ് വന്നു. അല്ല, ഡോക്ടറേറ്റ് കഴിഞ്ഞു, പോസ്റ്റ് ഡോക്ടറൽ വിദേശ യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിട്ട് പോസ്റ്റ് ഡോക്ടറൽ വിഷയമാണ്. അത് ഈ പറയുന്ന ക്ലൈമറ്റ് ചേഞ്ചും തീരദേശത്തെ പാർപ്പിട പ്രശ്നങ്ങളൊക്കെയാണ് ആൾ പഠിക്കുന്നത്. ക്ലൈമറ്റ് ചേഞ്ച് എന്നായാലും 2-3 തവണ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ സംസാരിക്കുന്നില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു ജസ്റ്റ് ഒരു യാത്ര നടത്തിയിട്ട് വരാം. അതിനൊരു ദിവസം നിശ്ചയിച്ചു. അയാൾ ഭർത്താവുമായിട്ട് കാറിൽ വന്ന് ഞാനുമായിട്ട് കയറി നേരെ മുതലപ്പൊഴിയിൽ പോയി. ആ പൊഴിയുടെ അങ്ങേയറ്റത്ത് പോയി ഞാൻ തെക്കോട്ട് നോക്കാൻ പറഞ്ഞു. അവർ പരുമാതറ മുതൽ ഇങ്ങോട്ടുള്ള സ്ഥലം കണ്ടു. അപ്പോൾ അവിടെ പോയി നിൽക്കുമ്പോൾ നമുക്ക് ഒരു ഇപ്പോഴത്തെ പെരുമാതറയിലെ ആ തീരത്ത് നിന്ന് ഏതാണ്ട് ഒരു 700 മീറ്ററെങ്കിലും മാറി കുറേ വലിയ കാറ്റാടി മരങ്ങൾ കാണാം. ആ കാറ്റാടി മരങ്ങൾ പണ്ടത്തെ ഹൈറ്റൈഡ് ലൈനിൽ സ്ഥാപിച്ച കാറ്റാടി മരങ്ങളാണ്. അതാണ് തീരം, അന്നത്തെ തീരം. ഇപ്പം 700 മീറ്ററോളം തീരം പുതുതായിട്ടുണ്ടായിരിക്കുന്നു അവിടെ. മനസ്സിലായി? തെക്ക് ഭാഗത്ത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇനി തിരിഞ്ഞ് വടക്കോട്ട് നോക്കുക. വടക്കോട്ടുള്ള തീരത്തിൻ്റെയും തെക്കോട്ടുള്ള തീരത്തിൻ്റെയും വ്യത്യാസം. ഞാൻ പറഞ്ഞു, ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന പ്രതിഭാസത്തിന് ഈ വടക്കും തെക്കും ഉള്ള ജനങ്ങളോട് എന്തെങ്കിലും പ്രത്യേക വൈരാഗ്യമുണ്ടോ? അവരുടെ കരയെടുക്കാനും ഇവർക്ക് കര അധികമായിട്ട് നൽകാനും. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് മാമ്പള്ളി 5 തെങ്ങ് മാമ്പള്ളി വരെ പോയി ഓരോ ഗ്രാമങ്ങളിൽ ഇറങ്ങിയ ആളുകളോടെല്ലാം സംസാരിച്ചു. ആ ആളുകളെല്ലാം പറഞ്ഞു, ഇത് വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇതെല്ലാം നഷ്ടപ്പെട്ടത്. പിന്നെ ഞങ്ങൾ തിരികെ വരുന്ന വഴിക്ക് ഞാൻ അയാളോട് ചോദിച്ചു, ഇനി ഈ തീരത്തെ ഈ പ്രശ്നങ്ങളും ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് നമുക്ക് സംസാരിക്കേണ്ടതുണ്ടോ? അയാൾ പറഞ്ഞില്ല സാർ, ഞാൻ ഇതുപോലെ തെറ്റിദ്ധരിച്ചിരിക്കുകയായിരുന്നു എല്ലാം. ഇതെല്ലാം ഞാൻ വായിച്ച റെഫറൻസുകളിലെല്ലാം അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് ഇത് ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടതാണെന്ന്.
അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചുമായും ബന്ധപ്പെട്ട് ചില കാര്യങ്ങളുണ്ട്. മനസ്സിലായില്ലേ? ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട് പഴയതുപോലെ കടൽക്കറകൾ ഉണ്ടാകുന്നില്ല. കടൽക്കറ എന്ന് പറയുന്നത് കടലിലെ പ്ലാങ്ക്ടൺസിൻ്റെ ബ്ലൂമിങ്ങും മറ്റുമാണ്. ചില പ്ലാങ്ക്ടൺസ് വളരെ അത്യന്താപേക്ഷിതമാണ് കടൽ ജീവജാലങ്ങൾക്ക്, പ്രത്യേകിച്ച് സെഡൻറ്ററി ഓർഗാനിസത്തിന്. അത് ഈ ഫിൽറ്റർ ഫീഡറായിട്ടുള്ള ജീവജാലങ്ങളാണ്. കടലിനെ ഫിൽറ്റർ ചെയ്ത് അതിന് ചില പോഷകങ്ങൾ വേണം. അപ്പോൾ കടൽക്കറകൾ സമയാസമയം ഉണ്ടാകും. അതേസമയം ഈ പറയുന്ന ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് ചില സമയത്ത് കടൽക്കര ഉണ്ടാകുന്നില്ല, ചില സമയത്ത് വ്യത്യസ്ത തരം, അതായത് ടോക്സിക് ആയിട്ടുള്ള കടൽക്കരകൾ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ 2 ദിവസം മുമ്പ് കടലിൽ പോയപ്പോൾ കടലിലെ കാക്കക്ലാത്തികൾ ഒരു മണവും വാടകയൊക്കെ. അപ്പോ ഈ ടോക്സിക് ആയിട്ടുള്ള കടൽക്കരകൾ ഉണ്ടാകുമ്പോൾ ചിലതരം മത്സ്യങ്ങളും അതല്ലെങ്കിൽ ഈ പറയുന്ന സെഡൻറ്ററി ഓർഗാനിസംസിലെ ഈ ഫിൽറ്റർ ഫീഡറായിട്ടുള്ള ജീവജാലങ്ങളും ഒക്കെ ചത്തൊടുക്കാൻ സാധ്യതയുണ്ട്. ഇത് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഒരു ഫലമാണ്. മാത്രമല്ല, ഈ അനുകൂലമായ കടൽക്കരകൾ സമയാസമയം ഉണ്ടായില്ലെങ്കിൽ അതിനെ ആശ്രയിച്ച് പ്രജനനം നടത്തുന്ന ചിപ്പികൾ പോലുള്ള ജീവജാലങ്ങൾക്ക് അതിനനുസരിച്ച് പ്രജനനം നടത്താൻ പറ്റാതെ വരും. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെയും ജീവതാളം തെറ്റും. ഇത് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഒരു ഭാഗമാണ്. ഇതുകൂടാതെ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമായി ന്യൂനമർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള തിരയിളക്കം ഉണ്ടാകും. ആ തിരയിളക്കം കടൽക്കരയിലെ മണലിലെ കരയിലെത്തിക്കുകയും തീരത്തോടടുത്ത സെഡിമെന്റ് ട്രാൻസ്പോർട്ട് ഹൈ ലെവലിലാകുകയും. അപ്പോൾ തീരത്തെ പാറപ്പാരുകളിൽ നിയർ ഇൻഷോർ റോക്കി റീഫുകളിലുള്ള സെഡൻറ്ററി ഓർഗാനിസത്തിൻ്റെ ഇത് വന്ന് വീഴുകയും ഈ സെഡിമെന്റ്സ് മുഴുവൻ അടിയുകയും ആ ജീവജാലങ്ങളുടെ കോളനികൾ തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് അതുമായി ബന്ധപ്പെടുക. അല്ലാതെ നമ്മളുടെ കടൽ തീരവും മറ്റും നഷ്ടപ്പെടുന്നത് ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് അങ്ങനെ വലിയ ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായില്ലേ? അങ്ങനെയുണ്ടെന്ന് പറയുന്നവർ തെളിയിക്കേണ്ടത് പെരുമാതുറ മുതൽ തെക്കോട്ട് എന്തുകൊണ്ട് കരവയ്ക്കുകയും അതിൻ്റെ താഴെപ്പള്ളി മുതൽ വടക്കോട്ട് എന്തുകൊണ്ട്, അതായത് ഒരു മനുഷ്യ ഇടപെടൽ ഉണ്ടായതിൻ്റെ തെക്ക് കരവയ്ക്കുകയും വലത് സൈഡ് വടക്ക് സൈഡ് കര പോവുകയും ചെയ്തു. അതേപോലെ തന്നെ വിഴിഞ്ഞത്തിൻ്റെ തെക്ക് കരവയ്ക്കുകയും വടക്ക് കര പോവുകയും ചെയ്തു. സോ ഈ തീരം നഷ്ടപ്പെടലെന്ന് പറയുന്നത് മനുഷ്യ നിർമ്മിതമായിട്ടുള്ള നിർമ്മിതികളുടെ പ്രത്യാഘാതമാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷെ നമ്മുടെ ഇവിടെ കാലാവസ്ഥാ വ്യതിയാനം ബാധിക്കുന്നത് മറ്റ് മാഷി പറഞ്ഞു എൻ്റെ അറിവെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഞാൻ ഈ ചിപ്പികളുടെ കാര്യവും മറ്റുമൊക്കെ ചിപ്പിത്തൊഴിലാളികളുമായിട്ട് നിരന്തരം സംസാരിച്ച് നേടുന്ന അറിവുകളാണ്. അവർക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മളുടെ സാധാരണ കടൽപ്പണിക്കാരെക്കാളും വ്യത്യസ്തരാണ്. അവർ ഈ കടലിനടുത്തിട്ട് നേരിൽ എന്നും കാണുന്ന ആൾക്കാരാണ്. മനസ്സിലായില്ലേ? അവർക്കറിയാം പൂങ്കറ എല്ലാ കറകളെ പറ്റിയും. കറകളുടെ മണം പോലും അവർക്ക് പ്രത്യേകം തിരിച്ചറിയാം. മനസ്സിലായില്ലേ? അതിൽ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കൂടുതലും ആളുകൾ പറയുന്നത് ഈ മീനുകളെ കുറിച്ചാണ്, ഈ കടലിന്റെ കാര്യം പറയാം. പക്ഷെ കടലിൽ ഈ പറയുന്ന ചലിക്കാൻ കഴിയാതെ ഒരു സ്ഥലത്ത് മാത്രം ജീവിക്കുന്ന ജീവജാലങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് ആ എക്കോസിസ്റ്റത്തിനും പിന്നെ മറ്റ് മീനുകൾ അവിടെ വരുന്നതിനും അതിന്റെ പ്രജനനത്തിനും ഒക്കെ. പലപ്പോഴും നമ്മുടെ ചർച്ചകളിലൊന്നും ഈ പറയുന്ന ഈ കടലിനടിയിലെ ഈ ജീവജാലങ്ങൾ വരാറില്ല. അപ്പം അതിനെ ബാധിക്കുക എന്നുള്ളത് ഒരു വലിയ എക്കോസിസ്റ്റത്തിനെ ബാധിക്കുന്നതിനും കൂടെ തുല്യമാണ് ഈ കാലാവസ്ഥാ വ്യതിയാനവും മറ്റ് മലിനീകരണം പോലുള്ള കാര്യങ്ങൾ. എനിക്കൊന്നും എൻ്റെ ഒരു മനസ്സിലാക്കലനുസരിച്ച് ഇതൊരു ബഹുമുഖമുള്ള കുറേ പ്രശ്നങ്ങളാണ് ഇതിനകത്ത് നടക്കുന്നത്. ഈ കാലാവസ്ഥയുടെ പ്രശ്നങ്ങളുണ്ടാവും, മനുഷ്യനിർമ്മിതമായ പ്രശ്നം, മലിനീകരണം, അങ്ങനെ ഭയങ്കര ഒരു 4-5 വശങ്ങളുള്ള പ്രശ്നങ്ങൾ ഈ കടലിനകത്ത് നടക്കുന്നുണ്ട്. അപ്പം അതിനുള്ള സൊല്യൂഷൻസും ഒന്നുകിൽ ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യുന്ന, അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും മാനേജ് ചെയ്യുന്ന തരത്തിലുള്ളൊരു സൊല്യൂഷൻ എങ്കിലും ഉണ്ടാവണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്.